ഇസ്രായേൽക്കാരെ ഭയത്തിൻ്റെ മുൾമുനയിൽ എത്തിച്ച ഗോലിയാത്ത് എന്ന മല്ലനെ ദാവീദ് ഒരു കവണയും കല്ലും ഉപയോഗിച്ച് അവനെ വകവരുത്തി. അതിന് ദൈവം അവനെ സഹായിച്ചു. ശത്രുക്കളെ പേടിച്ച് ഒരു മുന്തിരിച്ചക്കിൻ്റെ പുറകിൽ ഒളിച്ചുനിന്ന് ധാന്യം മെതിച്ചുകൊണ്ടിരുന്ന ഗിദെയോനെ ധീരനും ശക്തനുമായ മനുഷ്യ എന്ന് കർത്താവ് അഭിസംബോധന ചെയ്യുന്നു. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെയുണ്ടായിരിക്കും എന്ന് ജോഷുവയോട് കർത്താവ് പറയുന്നു. കടബാധിത, വിവാഹം നടക്കാത്ത അവസ്ഥ, രോഗം എന്നീ സാഹചര്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു സമയമാണ്. എന്ത് ചെയ്യും എന്ന ചോദ്യം നമ്മളിൽ ഉയരുന്നു. അവിടെയാണ് പക്വതയോടെ പെരുമാറേണ്ടത്. ദൈവത്തിൻ്റെ ശക്തി നമ്മൾ അപ്പോൾ ആരായണം. കർത്താവിനോട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ച് ജോഷുവ ചോദിച്ചു വാങ്ങുന്നത് പോലെ നമുക്കും വിശ്വാസത്തോടെ ചോദിച്ചു വാങ്ങാം. ജോഷുവ കർത്താവിനെ കൂട്ടുപിടിച്ചിട്ടാണ് യുദ്ധത്തിൽ പോകുന്നത്. തോൽക്കുമെന്ന് ഭയം വരുമ്പോൾ അപ്പോൾ തന്നെ ദൈവത്തോട് ആരായും. ആ അവസരത്തിൽ തന്നെ കർത്താവ് അവന് മറുപടി കൊടുക്കും. നിന്നെ ജയിക്കാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന് കർത്താവ് അവനോട് പറയും. ഇസ്രായേൽക്കാർക്ക് അമോര്യരെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ജോഷുവ അവിടത്തോട് പ്രാർത്ഥിച്ചു. അനന്തരം അവൻ കേൾക്കെ പറഞ്ഞു, സൂര്യ, നീ ഗിബയോനിൽ നിശ്ചലമായി നിൽക്കുക. ചന്ദ്ര, നീ അയലോൺ താഴ്വരയിൽ നിൽക്കുക. അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ സൂര്യൻ നിശ്ചലമായി നിന്നു, ചന്ദ്രൻ അനങ്ങിയതുമില്ല. യശാറിൻ്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആകാശമധ്യേ ഒരു ദിവസം മുഴുവനും സൂര്യൻ അസ്തമിക്കാതെ നിന്നു. കർത്താവ് ഒരു മനുഷ്യൻ്റെ വാക്കുകേട്ട് ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്ത ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. നമുക്ക് നമ്മുടെ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവത്തെ കൂട്ടുപിടിക്കാം. ജോഷുവയെ പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഭയത്തിലേക്ക് നോക്കാതെ ദൈവത്തിൻ്റെ കരം പിടിച്ച് വാശിയോടെ ഭയത്തെ തോൽപ്പിച്ച് വിജയം നേടാം. ആമേൻ.